നമസ്കാരം. ഡോക്ടർ ഈസീസ് ഐ ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സന്ധ്യ, ആയുർവേദ ഡോക്ടറാണ്. ജീവിതത്തിൽ ഒരു വട്ടം പോലും വായ്പുണ്ണിൻ്റെ വേദന അനുഭവിക്കാത്തവരെ ആരും തന്നെ ഉണ്ടാവുകയില്ല. വായ്ക്കുള്ളിലുണ്ടാവുന്ന ചെറുതും വേദനാജനകവും ആയ അൾസറുകളാണ് അല്ലെങ്കിൽ മുറിവുകളാണ് ഈ മൗത്ത് അൾസേഴ്സ്, വായ്പുണ്ണ്, കാങ്കർ എന്നൊക്കെ പറയുന്നത്. വായ്ക്കുള്ളിൽ ഇത് എവിടെയും ഉണ്ടാവാം. നമ്മുടെ ചുണ്ടിൻ്റെ ഉൾഭാഗത്ത്, കവിളിൻ്റെ ഉൾഭാഗത്ത്, നാവ്, മോണ മുതലായ വായൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും ഇത് ഉണ്ടാവാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം ഈ വായ്പുണ്ണ് തന്നെയാണ്. ഇത് എങ്ങനെ ഉണ്ടാകുന്നു, വായ്പുണ്ണ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ഇത് സ്ഥിരമായി വരുന്നവർ എന്തൊക്കെ ശ്രദ്ധിക്കണം, വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ആയുർവേദ ടിപ്സും നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണുക. പല ഭാഗങ്ങളിലായി വായ്ക്കുള്ളിൽ ഉണ്ടാവുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഒരു സമയം ഒന്നോ, ചിലർക്കാവട്ടെ ഒന്നിലധികം, ഒന്ന് രണ്ടോ മൂന്നോ ഒക്കെ ആയി വായ്പുണ്ണ് കാണാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ഇത് സ്ഥിരമായി വരുന്നവരുമുണ്ട്, മറ്റു ചിലർക്ക് വളരെ വിരളമായി. അതുപോലെ തന്നെ ചിലർക്ക് ഇത് പാരമ്പര്യമായി കാണുകയും ചെയ്യുന്നുണ്ട്. വേദനാജനകമാണ് വായ്പുണ്ണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് വായ്പുണ്ണ് ഉണ്ടാവുന്ന സ്ഥാനത്തിനനുസരിച്ച് ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടുന്നതായും കാണാറുണ്ട്. ഉദാഹരണത്തിന് നാവിലാണ് വായ്പുണ്ണ് ഉണ്ടാവുന്നതെങ്കിൽ ചിലർക്ക് ഭക്ഷണം ചവയ്ക്കാനും അതുപോലെ തന്നെ ഭക്ഷണം ഇറക്കാനും ചിലപ്പോൾ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതായി കാണാറുണ്ട്. ആദ്യം തന്നെ വായ്പുണ്ണ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാനുള്ളത് പോഷകങ്ങളുടെ കുറവുകൊണ്ടുണ്ടാകുന്ന വായ്പുണ്ണിനെ പറ്റിയാണ്. പലർക്കും അറിയാവുന്നതാണ്, വായ്പുണ്ണ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും സ്വന്തമായി തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ ടാബ്ലറ്റുകൾ വാങ്ങാറുണ്ട്. ഇത് ശരി തന്നെയാണ്. വൈറ്റമിൻ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ആയ വൈറ്റമിൻ B12, വൈറ്റമിൻ B6, ഫോളിക് ആസിഡ് മുതലായ വൈറ്റമിൻ ബിയുടെ കുറവ് കൊണ്ട് വായ്പുണ്ണ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ വൈറ്റമിൻ ബിയുടെ കുറവ് കൂടാതെ വൈറ്റമിൻ സിയുടെ കുറവ്, മൂലകങ്ങളായ അയേൺ, സിങ്ക്, കോപ്പർ, പൊട്ടാഷ്യം മുതലായവയുടെയും കുറവ് കൊണ്ടും വായ്പുണ്ണ് ഉണ്ടാവാം എന്നുള്ളതാണ്. ഇന്നത് കൂടുതലായി കാണുന്നു എന്നുള്ളതും കൂടി അറിയുക. അടുത്തതായി ഇന്ന് ഒരു വലിയൊരു പ്രശ്നമാണ് കൂടുതലായി വരുന്ന സ്ട്രെസ്, ഉറക്കക്കുറവ്. ഇന്നിത് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണുന്ന ഒരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ കൊണ്ടും വായ്പുണ്ണ് ഉണ്ടാവാം എന്നുള്ളതാണ്. അടുത്തത് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്ന സമയത്ത് വായ്പുണ്ണ് ഉണ്ടാവാം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സ്ത്രീകളിൽ ഉണ്ടാവുന്ന പീരീഡ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഓവുലേഷൻ, അണ്ടോൽപാദന സമയത്തൊക്കെ വായ്പുണ്ണ് ഉണ്ടാവാം. പിന്നെ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ വായ്ക്കുള്ളിൽ ടൂത്ത് ബ്രഷ് തട്ടി മുറിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വായിൽ മുറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നെ അവിടെ വായ്പുണ്ണായി മാറുന്നതായി കാണാറുണ്ട്. അങ്ങനെ ആകസ്മികമായി വായ്ക്കുള്ളിൽ ഉണ്ടാവുന്ന മുറിവുകൾ, ഈ പറഞ്ഞ മാതിരി ടൂത്ത് ബ്രഷ് തട്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ, അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറി പോലുള്ളവയൊക്കെ കൊണ്ട് വായ്ക്കുള്ളിൽ മുറിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് വായ്പുണ്ണായി മാറാവുന്നതാണ്. പിന്നെ മറ്റൊരു കാരണം, പ്രമേഹം അധികമായി ഉള്ളവരിലും പുകവലിക്കുന്നവരിലുമൊക്കെ വായ്പുണ്ണ് ഉണ്ടാവാറുണ്ട്. ഇനി മറ്റു കാരണങ്ങൾ നോക്കുമ്പോൾ ചില രോഗങ്ങൾക്ക് അനുബന്ധമായും വായ്പുണ്ണ് കാണാറുണ്ട്. വായ്ക്കുൾ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, അണുബാധകൾ, ബാക്ടീരിയലായാലും വൈറലായാലും ഫംഗൽ പോലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ട് വായ്പുണ്ണ് ഉണ്ടാവാറുണ്ട്. കൂടാതെ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന ചില രോഗങ്ങൾക്ക്, ഉദാഹരണത്തിന് ക്രോൺസ് ഡിസീസ്, സീലിയാക് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് വായിൽ ഇങ്ങനെ പുണ്ണുണ്ടാവുന്ന, മൗത്ത് അൾസേഴ്സ് ഉണ്ടാവുന്നതായി കാണാറുണ്ട്. പിന്നെ പുളിച്ചു തികട്ടൽ, നെഞ്ചെരിച്ചിൽ, വയറിൻ്റെ ഭാഗത്തുള്ള വേദന, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുക, അങ്ങനെ കാണുന്ന ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ ദഹനവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില രോഗങ്ങളുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വായ്പുണ്ണ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല കാരണങ്ങളാണ് വായ്ക്കുള്ളിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള അൾസേഴ്സിന്, അതായത് മൗത്ത് അൾസേഴ്സിന് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വായ്പുണ്ണ് സ്ഥിരമായി വരുന്നവരും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ശ്രദ്ധിക്കാനുള്ളത് സമീകൃതമായ ആഹാരം ശീലിക്കുക എന്നുള്ളതാണ്. അത് ഏത് രോഗത്തിനും അത് വളരെ അത്യാവശ്യം തന്നെയാണ്. വൈറ്റമിൻ സി അതുപോലെ തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. നെല്ലിക്ക, ഓറഞ്ച്, പേരയ്ക്ക പോലുള്ളവ, അതുപോലെ തന്നെ മാംസം, മീൻ, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ, തവിടോട് കൂടിയ ഭക്ഷണം, ഇലക്കറി മുതലായവ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വായുടെ ഉള്ളിലുള്ള ശുചിത്വം പാലിക്കുക. 2 നേരം ബ്രഷ് ചെയ്യുക. അതുപോലെ തന്നെ നാവ് വടിക്കുക. ഇടയ്ക്ക് മൗത്ത് വാഷുകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ത്രിബലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത്
വെള്ളം തിളപ്പിച്ച് അത് മൗത്ത് വാഷ് ആയിട്ട് ഉപയോഗിക്കുക. അതായത് അത് വാ കൊള്ളാൻ ചെറു ചൂടോടുകൂടി വാ കൊള്ളാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഉപ്പിട്ട് ചെറിയ ചൂടുവെള്ളം വാ കൊള്ളാൻ ഉപയോഗിക്കുകയും ചെയ്യാം. വായ്പുണ്ണ് വന്നു കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ത്രിബലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വാ കൊള്ളാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപ്പിട്ട് ചൂടുവെള്ളം വാ കൊള്ളാൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ത്രിബലപ്പൊടിയും തേനും ചേർത്ത് വായ്പുണ്ണ് ഉള്ളെടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇരട്ടി മധുരവും തേനും ചേർത്ത് വായ്പുണ്ണ് ഉള്ളെടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ നല്ല പുളി ഉള്ള മോരിൽ പേരയില ചതച്ച് അത് വായ് കൊള്ളാൻ ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആ വായ്പുണ്ണ് ഉള്ളെടുത്ത് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ വായ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വായ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ അധികമായി പുളിയുള്ളത്, അധികമായി എരിവുള്ളത്, മസാലകളുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ കാർബണേറ്റഡ് ആയിട്ടുള്ള ബോട്ടിൽഡ് ഡ്രിങ്ക്സ്, കോള പോലുള്ളവയൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ സിഗരറ്റ് വലിയുള്ളവരും അത് കുറയ്ക്കേണ്ടതാണ്. ഇതൊക്കെ നിങ്ങളുടെ അൾസറിനെ കൂട്ടുകയേ ചെയ്യുള്ളൂ, അത് പ്രത്യേകം ഓർക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു വായ്പുണ്ണ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒരു 1 അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ, മാക്സിമം 2 ആഴ്ചയ്ക്കുള്ളിൽ അത് ഉണങ്ങുന്നതാണ്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ വേദനയ്ക്ക് ഒട്ടും തന്നെ കുറവില്ല, നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ടും അത് കുറവില്ല, അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ടും അൾസറിന് പൂർണ്ണമായും ഒരു ഉണക്കമില്ലെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടതാണ്. ഇന്ന് ആയുർവേദത്തിൽ ഇതിന് വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട്. ഇന്ന് ഓയിൻമെൻറ്റുകളായും ഉള്ളിലേക്ക് കഴിക്കേണ്ട മരുന്നുകളും ഒക്കെ ലഭ്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ദഹന സംബന്ധമായ ലക്ഷണങ്ങളുള്ളവർ, നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിച്ചു തികട്ടൽ, ഗ്യാസ് കയറുക പോലുള്ള ലക്ഷണങ്ങളുള്ളവരും ദയവായി സ്വന്തമായി ചികിത്സ ചെയ്യാതെ ഒരു ഡോക്ടറിനെ നിർബന്ധമായും കാണുക. വായ്പുണ്ണ് വന്നവർക്കറിയാം വളരെ ഇറിറ്റേറ്റിംഗ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് വളരെ ഒരു ചെറിയ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ടൂത്ത് ബ്രഷ് തട്ടിയാണ് നിങ്ങളുടെ വായ്ക്കുള്ളിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത്, വായ്പുണ്ണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങളുടെ ടൂത്ത് ബ്രഷ് പറ്റി നല്ല സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ളത് വാങ്ങുക. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പോഷകക്കുറവാണെങ്കിൽ അതൊരു ഡോക്ടറിനെ കണ്ടെത്തി അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും സമീകൃതമായ ആഹാരം ശീലിച്ച് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കി എല്ലാവരും അവരവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് നിർത്തുന്നു. നന്ദി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.